ശ്രീ എ ഷുക്കൂർ, ഇക്കാര്യത്തിൽ താങ്കൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. താങ്കൾക്കറിയാം ഡൽഹിയിൽ ചർച്ചകൾ നടന്നിട്ടും കോൺഗ്രസിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അത് മാധ്യമങ്ങൾ സഹായിച്ച് വലിയ ചർച്ചയിലേക്ക് പോകുന്നില്ല. കൈരളി പ്രധാനപ്പെട്ട കൺസ്ട്രക്റ്റീവായ വാർത്തകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സമയം കൂടുതൽ ചിലവാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുമില്ല. മാത്രമല്ല, ഇപ്പോൾ പ്രാദേശികമായിട്ട് ഡൽഹിയിലെ കാര്യങ്ങൾ മാത്രമല്ല, ശ്രീ ഷുക്കൂറിന് ഇനി ആലപ്പുഴയുടെ കാര്യം മാത്രം എടുത്താൽ പോലും അറിയാം അവിടെയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒക്കെ അറിയാം. ഞാൻ അതിലേക്ക് കൊണ്ടുവരികയല്ല ചർച്ച. പക്ഷെ നോക്കൂ, ഇതൊക്കെ അവിടെ ഉള്ളപ്പോൾ പ്രതിപക്ഷം ഏത് രാഷ്ട്രീയ അവസ്ഥയിലാണ് എന്നുള്ളത് ഞാൻ താങ്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മൂന്നാമതൊരു സർക്കാർ വീണ്ടും ഇടതുപക്ഷത്തിൻ്റേതായി വരാൻ പോകുന്നു എന്ന് ജനം പരക്കെ പറയുമ്പോൾ, മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാടിനെ മുഖ്യമന്ത്രി ഇങ്ങനെ വിമർശിക്കുമ്പോൾ അതിനെ എങ്ങനെ കാണും ശ്രീ ഷുക്കൂർ എന്ന കോൺഗ്രസ് നേതാവ്? ഇല്ല, കേരളത്തിലെ ജനങ്ങൾ ഒരാൾ തന്നെ മൂന്നാമത് പിണറായി വിജയൻ ഭരണത്തിൽ വരുമെന്ന് പറയില്ല. എന്നാൽ ചില ആളുകൾക്ക് സംശയം കോൺഗ്രസ്സിനകത്ത് വേണ്ട ചെറുതായി പൊട്ടലും ചീറ്റലും ഭിന്നനപ്പും ഉണ്ട് എന്നുള്ളത് കൊണ്ട് പിണറായിക്ക് ഇനി ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ള ചെറിയ സംശയമുണ്ടായിരുന്നു. അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഞങ്ങൾ സംഘടനാപരമായി തീരുമാനിച്ച് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജേക്കബ് ജോർജ് എൻ്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഞങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അടിച്ചമർത്തൽ പാർട്ടിയല്ല, ഇരുമ്പുലക്ക ഉപയോഗിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ പലപ്പോഴും പത്രപ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ CPM-നകത്തു നിന്നും കഴിയുന്നുണ്ട്. ഞങ്ങൾക്കുമൊക്കെ കിട്ടുന്നുണ്ട് വിവരങ്ങൾ. ഇത്രയേ ഞാൻ അത് സംബന്ധിച്ച് പറയുന്നുള്ളൂ. പക്ഷെ അവിടെ അത്രയും പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു ചോദ്യം എനിക്ക് വരുന്നത്, ഇപ്പോൾ താങ്കൾ അത്രയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, ബാക്കി താങ്കൾ തന്നെ തുടർന്നോളൂ. ഇപ്പോൾ ആലപ്പുഴയിൽ പോലും ചില പ്രശ്നങ്ങൾ തുടരുന്നതിൽ KC വേണുഗോപാലും ചെന്നിത്തലയും ഒക്കെ ചേർന്ന് ഈ അടുത്ത കാലത്ത് പോലും ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ അതിൽ അതൃപ്തരായ ആളുകൾ ഇപ്പോഴും BJP-യിലേക്കൊക്കെ പോകുന്നത് വാർത്തകളായി കാണുന്നുണ്ട്. അവിടെ കോൺഗ്രസ് അത്ര ശുഭകരമായ അവസ്ഥയിലാണോ? ഇതുപോലെയുള്ള കാര്യങ്ങൾ കേരളം മുഴുവൻ നടക്കുകയാണ്. അല്ല, BJP-യിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ അടുത്ത കാലത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പോയിട്ടുള്ളത് CPM-ൽ നിന്നാണ്. ആലപ്പുഴ ജില്ലയിൽ ഞാൻ വ്യക്തമായ കണക്കുകൾ തരാം. എനിക്കതിന് സമയം തന്നാൽ മാത്രം മതിയില്ലാതെ വ്യക്തമായ കണക്ക് തരാം. ഏറ്റവും കൂടുതൽ കേഡേഴ്സ് പോയത് CPM-ൽ നിന്നാണ്. കേഡേഴ്സാണ് അവർ, പ്രധാനപ്പെട്ടവരാണ്. അവർ വോട്ട് ചെയ്യുന്നവരാണ് സ്ഥിരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിന്റെ വ്യത്യാസം അല്ലല്ല വ്യക്തമായ കണക്കാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് കായംകുളത്ത് നിങ്ങൾ MLA ഉള്ള സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വന്നത്? ഞങ്ങൾ 1ാം സ്ഥാനത്ത് വന്നല്ലോ. നിങ്ങളുടെ MLA ഉള്ള കായംകുളം നിയോജകമണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്ത് വന്നത് എങ്ങനെയാണ്? ഹരിപ്പാട് ഞങ്ങൾ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് BJP വരികയും ദൂരം പുറകിലേക്ക് പോവുകയും ചെയ്തല്ലോ. വലിയ വ്യത്യാസം ഹരിപ്പാട് CPM-നുണ്ടായല്ലോ, അമ്പലപ്പുഴയിലുണ്ടായല്ലോ. അല്ല, ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ വാർഡുകളിൽ സംഭവിക്കുന്നത് തിരിച്ച് നിങ്ങളുടെ അവസ്ഥയും ഇതേപോലെ നോക്കേണ്ടി വരും. രമേശ് ചെന്നിത്തലയുടെ വാർഡിൽ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇല്ല, അത് രമേശ് ചെന്നിത്തലയുടെ വാർഡായാലും KC വേണുഗോപാലിന്റെ വാർഡായാലും ആ വാർഡിലൊക്കെ ചില കൊച്ചു കാര്യങ്ങൾ ഇതല്ല അടപടല പോകുകയാണ്. മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തമ്മിലെന്തോ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു. ഞാനിത് ലാല് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്താ നിങ്ങൾ കൈരളി ചാനൽ എഴുതി കാണിച്ചു, ഞങ്ങളുടെ സംഘടനാപരമായ ഓരോ വിഷയങ്ങളും ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിംഗ് സഹിതം മുതിർന്ന നേതാക്കളടക്കം ഞങ്ങളടക്കം
സീനിയർ ലീഡേഴ്സായിട്ടുള്ള കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കം ഇരുന്ന് ചർച്ച ചെയ്തു. മണിക്കൂറോളം ചർച്ച ചെയ്തു. ഓരോ ഘട്ടത്തിലും ഓരോ ബ്ലോക്ക്. അതിന് കൈരളി എഴുതി കാണിച്ചത് ദാ ഇന്ന ഹോട്ടലിൽ ഗ്രൂപ്പ് യോഗം നടക്കുന്നു, അല്ലെങ്കിൽ മറ്റു ചില വാർത്താ മാധ്യമങ്ങൾ. അത് അവരുടെ താല്പര്യമാണ്. ഞങ്ങൾക്ക് ഏതായാലും ശ്രീ ഷുക്കൂർ, അക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. കൈരളി അത് വിശദമായി ചർച്ച ചെയ്തതാണ്, നമുക്കറിയാം. ഇത് പ്രത്യേക തരത്തിൽ നിങ്ങൾ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് ചില ഗ്രൂപ്പുകൾ മാത്രമാണ് അത്തരം വികസനങ്ങളിൽ താല്പര്യമുള്ളവർ എന്ന് വരുമ്പോൾ അത് ഗ്രൂപ്പ് ചർച്ചയായി വ്യാഖ്യാനിക്കപ്പെടും. അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഈ മാധ്യമങ്ങൾ മൂന്നാമത് വീണ്ടും പിണറായി സർക്കാർ വരാൻ പോകുന്നു എന്ന പേടിയിൽ ഈ ക്രിമിനൽ കാര്യങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയവൽക്കരിച്ച് വാർത്തകളാക്കി ചർച്ച ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നു. ഇപ്പോൾ കളമശ്ശേരിയിൽ കഞ്ചാവ് പിടിച്ചതിൻ്റെ കാര്യം ആദ്യം വന്ന വാർത്ത എന്തായിരുന്നു? പിന്നീട് മറ്റേ എതിർ രാഷ്ട്രീയക്കാർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് വന്നപ്പോൾ അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാധ്യമങ്ങൾ അത് നിഷ്പ്രഭമാക്കി കാര്യങ്ങൾ. ലാലെ, ക്രിമിനൽ കാര്യങ്ങളും കഞ്ചാവും മദ്യവും മയക്കുമരുന്നും LSDയും അല്ലെങ്കിൽ MDMAയും ഒക്കെ അതിശക്തമായ കാര്യങ്ങളിലേക്ക് വന്ന് ഈ അടുത്ത കാലത്താണ്. അത് വളരെ വളരെ ഗൗരവ തരത്തിൽ വന്നു. വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. വിമുക്തിയിലൂടെ ഇതെല്ലാം തടയുമെന്ന് പറഞ്ഞ സർക്കാരിന് തടയാൻ കഴിഞ്ഞില്ല. ഒരുപാട് ഉപയോഗിച്ചു. എല്ലാ കലാലയങ്ങളിലും കലാശാലകളിലും സർവകലാശാലകളിലുമൊക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളായി മാറി. ഒരു സർക്കാരിന് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമല്ലേ? അല്ല, അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലുകൊണ്ടാണ് എന്ന് പറയുന്നത്. ഇത് ഇന്ന രാഷ്ട്രീയക്കാരാണെങ്കിൽ അകത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഈ പറയുന്ന അതേ കാര്യം തന്നെ ഏറ്റ് കോൺഗ്രസും പറയുന്നത് അതാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ഇത് ജനം അംഗീകരിക്കില്ല എന്ന്. അങ്ങനെയല്ലല്ലോ. അടുത്ത കാലത്ത് ആലപ്പുഴയിൽ തന്നെ പിടികൂടപ്പെട്ട MDMAയുമായി കേസുകളിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാണെന്ന് പരസ്യമായി ജനങ്ങൾക്കറിയാം, പരസ്യമായിട്ടറിയാം. ഏത് വിദ്യാർത്ഥി കളമശ്ശേരിയിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാലോ. ആദ്യം ഈ പറഞ്ഞതുപോലെ പ്രശ്നം വന്നതെങ്കിൽ പിന്നീട് അവിടെ പിടിച്ചെടുത്ത കഞ്ചാവ് ഏറ്റവും കൂടുതൽ എന്താണ് ക്വാണ്ടിറ്റി കണ്ടെത്തിയത് എവിടെയാണ്, ആരുടെ കയ്യിലാണ്? ഇങ്ങനെയാണോ ചർച്ച ചെയ്യേണ്ടത്? ഈ തരത്തിലാണോ ഈ വിഷയത്തെ നമ്മൾ എടുക്കേണ്ടത്? അയാളുടെ KSU നേതാവിന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒന്നും പിടിച്ചിട്ടില്ല. അയാളെ സ്ഥലത്തില്ലാത്ത അയാളുടെ മുറിയിൽ നിന്ന് പിടിക്കുന്നത് അയാൾ അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തൊണ്ടി സാധനം പിടിച്ചെടുത്താൽ നമ്മുടെ ഉത്തരവാദിത്തമല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തൊണ്ടി സാധനം പിടിച്ചെടുത്താൽ അത് നമ്മൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ലാതാകുമോ? അതിന് ഉത്തരവാദിത്തമുണ്ട്. അല്ല, അതിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അയാളുടെ മുറിയിൽ അപ്പോൾ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അയാളില്ലായിരുന്നു. അതെ, അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തൊണ്ടി സാധനം പിടിച്ചെടുത്താൽ അവിടെ വേറൊരാൾ വന്നാൽ അത് പിന്നെ അയാളുടെ വകയാകോ? ഇല്ലല്ലോ. നമ്മുടെ വീട്ടിലാണ്, നമ്മളാണ് ഉത്തരവാദി, നമ്മളാണ് ഉത്തരം പറയേണ്ടത്. അവിടെ അല്ല, ഹോസ്റ്റൽ മുറിയിൽ ഹോസ്റ്റൽ ഇൻമേറ്റ്സ് ആരാണ്? എല്ലാതാണ് നമ്മുടെ ഹോസ്റ്റൽ മുറി. എന്റെ ഹോസ്റ്റൽ മുറി, എന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പിടിച്ചെടുത്താൽ ഞാനാണ് ഉത്തരവാദി. പറയാതെ അപ്പൊ രാഷ്ട്രീയം നോക്കരുത് സാർ, അങ്ങനെ പറയരുത് എന്നല്ല. നമുക്കത് രാഷ്ട്രീയം നോക്കിയല്ല പറയേണ്ടത്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ വരാം സാർ, ഞാൻ വരാം. ഇതാണ് നല്ല ഉദാഹരണം. ഇത് നല്ല ഉദാഹരണമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. മാധ്യമങ്ങൾ ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നു. ഇത് പ്രതിപക്ഷം പറയുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. ഞാൻ വരാം.